ആര് UDF സ്ഥാനാർത്ഥിയാകും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാവുകയാണ്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ള ഒറ്റ പേരിലേക്ക് കോൺഗ്രസ് അവിടെ എത്തുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. നിതിൻ അംബുജൻ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, എപ്പോൾ പ്രഖ്യാപനം, അത് എപ്പോഴുണ്ടാകുമെന്നാണ് നിതിൻ? ഉന്മേഷ്, എന്തായാലും ഒരു ഹൈക്കമാൻഡിന്റെ ഒരു പ്രഖ്യാപനത്തിലുള്ള കാലതാമസം മാത്രമേ ഇനിയുള്ളൂ. അതിന്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങളെല്ലാം ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്ന് എറണാകുളത്ത് മണിക്കൂറുകൾ നീണ്ട ചർച്ച ഇവിടെ നടന്നു. അതിനുശേഷമാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് എന്തായാലും കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. KPC അധ്യക്ഷനും അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് കൂടാതെ UDF കൺവീനർ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ഞാൻ നിൽക്കുന്ന പരിപാടിയിൽ അവർ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം അവരുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും പല ഘടകങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് എന്തായാലും KPCC നേതൃത്വം എത്തിയിരിക്കുന്നത്. നേരത്തെ രണ്ട് പേരുകൾ ചർച്ചയിലുണ്ടായിരുന്നു, VS ജോയും ആര്യാടൻ ഷൗക്കത്തും. പക്ഷേ അതിനുശേഷം ആര്യാടന്റെ പേര് തന്നെയായിരുന്നു, ഷൗക്കത്തിന്റെ പേര് തന്നെയായിരുന്നു മുൻതൂക്കമുണ്ടായത്. അതിനുശേഷമാണ് പിന്നീട് PV അൻവർ ചില സമ്മർദ്ദതന്ത്രം പയറ്റിയത്. പക്ഷേ പിന്നീട് മണിക്കൂറുകളുടെ ചർച്ചയ്ക്ക് ശേഷം എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് തന്നെ എത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എന്തായാലും കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. സാമുദായിക പരിഗണന, അതോടൊപ്പം തന്നെ സാംസ്കാരിക സ്വീകാര്യത, അതടക്കം എല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു തീരുമാനം. അതുമാത്രമല്ല, ആര്യാടൻ എന്ന മേൽവിലാസം അത് സ്വാഭാവികമായിട്ടും ഇപ്പോഴും നിലമ്പൂരിലെ ജനങ്ങൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന പ്രതീക്ഷ എന്തായാലും കോൺഗ്രസ് നേതൃത്വം വെച്ചു പുലർത്തുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് എന്തായാലും ഇപ്പോൾ തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ ഹൈക്കമാൻഡിന്റെ ഒരു പത്രക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ പേര് പ്രഖ്യാപനം എന്ന കാര്യത്തിലേക്ക് മാത്രമേ ഈ ഒരു കാലതാമസമുള്ളൂ. അതിന് മുന്നോടിയായി ആശയവിനിമയം നേതാക്കളുമായി നടത്തിയിട്ടുണ്ട്. VS ജോയുമായി കോൺഗ്രസ് നേതൃത്വം ആശയവിനിമയം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും UDF നേതാക്കളുമായി ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചു. അതിനുശേഷമാണ് എന്തായാലും ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു PV അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ PV അൻവറിനെ ഒപ്പം കൂട്ടുമെങ്കിലും PV അൻവർ VS ജോയിന്റെ പേര് മുന്നോട്ട് വെച്ചെങ്കിലും പക്ഷേ ആ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഒരു കൃത്യമായി തന്നെ ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകളെല്ലാം തുടക്കം മുതൽ പോയിരുന്നത്. അതിനുശേഷം എന്തായാലും ഒരു പേരിലേക്ക് എന്തായാലും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വൈകാതെ ആ ഒരു പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹൈക്കമാൻഡിന് ഇതിനും തന്നെ ഒറ്റപ്പേര് എന്തായാലും KPC നേതൃത്വം നൽകി. ഒരുപക്ഷേ ഇന്ന് രാത്രിക്ക് മുൻപ് തന്നെ ആ ഒരു വാർത്താക്കുറിപ്പ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ്, നിതിൻ അംബുജനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ഒറ്റ പേരിലേക്ക്, ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ള ഒറ്റ പേരിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഹൈക്കമാൻഡിന് ഇതിനോടകം തന്നെ പേര് കൈമാറിയിട്ടുണ്ട്. ഇനി ഏവരും ഉറ്റുനോക്കുന്നത് പ്രഖ്യാപനം അതെപ്പോൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇന്ന് തന്നെ, അധികം വൈകാതെ തന്നെ ആ പ്രഖ്യാപനത്തിലേക്ക് കിടക്കും.